കേരളത്തിൽ ഏറ്റവും അവസാനമായി രൂപീകരിക്കപ്പെട്ട ജില്ലയാണ് കാസർഗോഡ്. 1984 മെയ് 24 കാസർഗോഡ് ജില്ലാ രൂപീകരണം ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെട്ടത്. അതുവരെ കണ്ണൂർ ജില്ലയുടെ ഭാഗമായിരുന്ന മഞ്ചേശ്വരം, കാസർഗോഡ്, ഹോസ്ദുർഗ്, വെള്ളരിക്കുണ്ട് എന്നീ 4 താലൂക്കുകൾ ചേർത്താണ് കാസർഗോഡ് ജില്ല രൂപീകരിക്കപ്പെട്ടത്. കാസർഗോഡ് ജില്ലാ രൂപീകരണത്തിനു ശേഷം സംസ്ഥാനത്ത് പുതുതായി മറ്റൊരു ജില്ലയെന്ന ആവശ്യം ഇടക്കാലത്ത് അത്ര ശക്തമായിരുന്നില്ല. എന്നാൽ ഇപ്പോഴിതാ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പുതിയ ജില്ലകൾക്ക് വേണ്ടിയുള്ള അവകാശവാദങ്ങൾ ശക്തമായിരിക്കുകയാണ്. അതത് പ്രദേശങ്ങളിലെ ജനപ്രതിനിധികളും ഈ ആവശ്യത്തിന്റെ മുൻനിരയിൽ ഉണ്ടെന്നതാണ് ശ്രദ്ധേയം. തിരുവനന്തപുരം വിഭജിച്ച് കേരളത്തിലെ 15ാമത്തെ ജില്ലയായി നെയ്യാറ്റിൻകര കേന്ദ്രീകരിച്ച് പുതിയ ജില്ല രൂപീകരിക്കണമെന്ന ആവശ്യം നേരത്തെ തന്നെ ഉയർന്നു വന്നിട്ടുള്ളതാണ്. വിഴിഞ്ഞം തുറമുഖം പ്രവർത്തന സജ്ജമായതോടെ തങ്ങളുടെ ആവശ്യം കൂടുതൽ ശക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ. സ്ഥലം MLAയും CPM നേതാവുമായ ആൻസലൻ ഉൾപ്പെടെയുള്ളവരാണ് നെയ്യാറ്റിൻകര ജില്ലാ പ്രക്ഷോഭത്തിന്റെ മുൻനിരയിലുള്ളത്. ജില്ലാ രൂപീകരണ ആവശ്യവുമായി 1,00,000 പേർ ഒപ്പിട്ട ഹർജി കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ സമർപ്പിക്കുകയും ചെയ്തു. ഹർജി സമർപ്പിച്ചപ്പോൾ ജില്ലാ രൂപീകരണത്തിന് അനുകൂലമായ സമീപനമെന്ന രീതിയിലാണ് സർക്കാർ പ്രതികരിച്ചതെന്ന് നെയ്യാറ്റിൻകര ജില്ലാ രൂപീകരണ സമിതി ചെയർമാൻ G. ബാലകൃഷ്ണപിള്ള അവകാശപ്പെടുകയും ചെയ്യുന്നു. നെയ്യാറ്റിൻകര, കാട്ടാക്കട താലൂക്കുകളിലെ ഭാഗങ്ങൾ ചേർത്തുകൊണ്ട് വേണം പുതിയ ജില്ല എന്നതാണ് ആവശ്യം. സംസ്ഥാനത്ത് ഏറ്റവും കുറഞ്ഞ പ്രതിശീർഷ വരുമാനമുള്ള ജനങ്ങൾ അധിവസിക്കുന്നത് നെയ്യാറ്റിൻകര, കാട്ടാക്കട താലൂക്കുകളിലാണ്. ഇതിന് മാറ്റം വേണമെങ്കിൽ പുതിയ ജില്ലാ രൂപീകരണം ആവശ്യമാണ്. അവികസിത മേഖലകളുടെ വികസനത്തിന് ജില്ലാ രൂപീകരണം ഉപകരിക്കും. തമിഴ്നാടും തെലങ്കാനയും കർണാടകയും അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ പുതിയ ജില്ലാ രൂപീകരണം ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും വികസനത്തിനും സഹായകരമായിട്ടുണ്ടെന്നും നെയ്യാറ്റിൻകര ജില്ലാ പ്രക്ഷോഭവാദികൾ അഭിപ്രായപ്പെടുന്നു. ഏറെ പ്രക്ഷോഭങ്ങൾക്കും വിവാദങ്ങൾക്കും ഒടുവിൽ 1969 ജൂൺ 5 മലപ്പുറം ജില്ല രൂപീകരിക്കപ്പെടുന്നത്. പാലക്കാട് ജില്ലയുടെ ഭാഗമായിരുന്ന പൊന്നാനി, പെരിന്തൽമണ്ണ താലൂക്കുകളിലെ ഭൂരിഭാഗം പ്രദേശങ്ങളും കോഴിക്കോട് ജില്ലയുടെ ഭാഗമായിരുന്ന ഏറനാട്, തിരൂർ താലൂക്കുകളും ചേർത്തായിരുന്നു പുതിയ ജില്ലയുടെ രൂപീകരണം. രൂപീകരണ സമയത്ത് 14 ലക്ഷമായിരുന്നു മലപ്പുറത്ത് ജനസംഖ്യയെങ്കിൽ ഇന്നത് 45 ലക്ഷത്തിൽ ഏറെയാണ്. അതായത് സംസ്ഥാനത്തെ ഏറ്റവും ജനസംഖ്യയേറിയ ജില്ല. ഈ സാഹചര്യത്തിലാണ് മലപ്പുറം വിഭജിച്ച് പുതിയ ജില്ല രൂപീകരിക്കണമെന്ന ആവശ്യത്തിന്റെ പ്രസക്തി. ഇന്ത്യയിലെ 8ഓളം സംസ്ഥാനങ്ങളെക്കാൾ കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല കൂടിയാണ് മലപ്പുറം. തിരൂർ കേന്ദ്രീകരിച്ചായിരിക്കണം പുതിയ ജില്ല എന്നാണ് അവകാശവാദം. മുസ്ലിം ലീഗ്, സമസ്ത, SDPI, വെൽഫെയർ പാർട്ടി തുടങ്ങിയ രാഷ്ട്രീയ കക്ഷികൾ ഈ വാദത്തെ പിന്തുണയ്ക്കുന്നവരാണ്. എന്നാൽ പ്രക്ഷോഭത്തിന് ഇതുവരെ കൂട്ടായ പരിശ്രമങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഹൈറേഞ്ച് മേഖലയിലാണ് അടുത്ത ജില്ലാ രൂപീകരണത്തിന്റെ ആവശ്യം. ഹൈറേഞ്ച് മേഖലയിലെ 4 താലൂക്കുകൾ ഇടുക്കിയിൽ തന്നെ നിലനിർത്തിയും തൊടുപുഴ താലൂക്കിനെ വേർപെടുത്തിയും പുതിയ ജില്ലാ രൂപീകരണം എന്നാണ് ആവശ്യം. തൊടുപുഴ, മൂവാറ്റുപുഴ, കോതമംഗലം, പിറവം, പാല എന്നിവയാണ് പുതിയ ജില്ലയുടെ ഭാഗമാകേണ്ട പ്രദേശങ്ങളെന്നാണ് അവകാശവാദം. മൂവാറ്റുപുഴ ജില്ല ആസ്ഥാനമായി മാറുകയും ചെയ്യണം. UDF അധികാരത്തിലെത്തിയാൽ മൂവാറ്റുപുഴ ജില്ല യാഥാർത്ഥ്യമാക്കുമെന്ന് മുൻ മൂവാറ്റുപുഴ MLA ആയിരുന്ന ജോസഫ് വാഴക്കൻ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി അവകാശപ്പെട്ടിരുന്നു. കൊച്ചിക്ക് പുറത്തെ കിഴക്കൻ മേഖലയിലെ പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി കേന്ദ്രമാക്കി പുതിയ കാർഷിക ജില്ല രൂപവൽക്കരിക്കുകയാണ് ലക്ഷ്യം. കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലത്ത് ജില്ല രൂപവൽക്കരിക്കാൻ ശ്രമം നടത്തിയിരുന്നുവെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. സംസ്ഥാനത്ത് ഏറ്റവും കുറഞ്ഞ പ്രതിശീർഷ വരുമാനമുള്ളവർ താമസിക്കുന്ന ഈ മേഖലയിൽ പുതിയ ജില്ല രൂപവൽക്കരിച്ചാൽ മാത്രമേ മാറ്റം കൊണ്ടുവരാൻ കഴിയൂവെന്ന് ഹർജിക്കാർ പറയുമ്പോൾ 15ാമത് ഒരു ജില്ലാ രൂപീകരണത്തിനായി സർക്കാർ എന്തൊക്കെ നയങ്ങളും നടപടികളും ഇനി സ്വീകരിക്കുമെന്നതാണ് കണ്ടറിയേണ്ടത്.